ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നലെ കുറേ പേരുടെ ഉദ്ധരണികൾ പറഞ്ഞു, അതുപോലെ വാക്കുകൾ, ആശയങ്ങൾ, അവരെക്കുറിച്ച് പറഞ്ഞത്, അവർ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞു, പിന്നെ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞു അല്ലേ. അതുപോലെ കുറേ പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദൻ എന്നിവരെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കാം. പി കൃഷ്ണപിള്ള. ആരാണ് പി കൃഷ്ണപിള്ള? പി കൃഷ്ണപിള്ള കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. അദ്ദേഹം ജനിച്ചത് കോട്ടയത്ത് വൈക്കത്താണ് അദ്ദേഹം ജനിച്ചത്. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ളയാണ്. സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും പി കൃഷ്ണപിള്ളയാണ്. സഖാവ് എന്നറിയപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. പി കൃഷ്ണപിള്ളയുടെ അവസാന വാക്കുകൾ എന്താണെന്ന് ചോദിച്ചാൽ സഖാക്കളെ മുന്നോട്ട് എന്നതാണ്. ഗുരുവായൂർ അമ്പലത്തിലെ അമ്പലമണി മുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് നമുക്ക് നോക്കാം. എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിക്കുന്നു, എൻ്റെ ശരീരമാകെ തളരുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട്, ലാൽ സലാം. ഇതാരുടെ വാക്കുകളാണ്? പി കൃഷ്ണപിള്ളയുടെ വാക്കുകളാണ്. പി കൃഷ്ണപിള്ള പാമ്പുകടിയേറ്റ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് 1948 ഓഗസ്റ്റ് 19 അമ്പലപ്പുഴയിലെ കണ്ണാർക്കാട് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം പാമ്പുകടിയേറ്റ് മരിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ കണ്ണിൽ ഇരുൾ വ്യാപിക്കുന്നു, എൻ്റെ ശരീരമാകെ തളരുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം, സഖാക്കളെ മുന്നോട്ട്, ലാൽ സലാം എന്നത്. ഇനി നമുക്ക് അടുത്ത വ്യക്തിയെ കുറിച്ച് നോക്കാം. ഇതാരാണ്? AK ഗോപാലനാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകളും കൂടി നമുക്ക് നോക്കാം. പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യന് നടന്നുകൂടെന്ന് പറയുന്നത് കാട്ടാളത്തമാണ്. ഈ കാട്ടാള നീതിയെ ജീവൻ കൊടുത്തും തിരുത്തണം എന്ന് പറഞ്ഞതാരാണ്? AK ഗോപാലനാണ്. എന്താ പറഞ്ഞത്? പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യന് നടന്നുകൂടെന്ന് പറയുന്നത് കാട്ടാളത്തമാണ്. ഈ കാട്ടു നീതിയെ ജീവൻ കൊടുത്തും തിരുത്തണം എന്ന് പറഞ്ഞവരാണ് AK ഗോപാലനാണ്. ഇദ്ദേഹം പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? AK ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AK ഗോപാലൻ എന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭത്തെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ പുതിയ അധ്യായം എന്ന് വിശേഷിപ്പിച്ചതും AKG തന്നെയാണ്. AK ഗോപാലൻ തന്നെയാണ്. AKG തന്നെയാണ് നിവർത്തന പ്രക്ഷോഭത്തെ തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ പുതിയ അധ്യായം എന്ന് പറഞ്ഞതും. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, പട്ടിണി ജാഥ, കാൽനട ജാഥ, തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരം, ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപവൽക്കരണം, മലബാർ ജാഥ തുടങ്ങിയ കേരള ചരിത്രത്തിന്റെ വിപ്ലവാത്മകമായ ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് AKG. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊന്ന് എന്താണ് പറഞ്ഞത്? പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിലൂടെ മനുഷ്യന് നടന്നുകൂടെന്ന് പറയുന്നത് കാട്ടാളത്തമാണ്. ഈ കാട്ടുനീതിയെ ജീവൻ കൊടുത്തും തിരുത്തണം എന്ന് പറഞ്ഞത് AK ഗോപാലനാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയത് ഇദ്ദേഹമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്ന് ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നടത്തിയത് AK ഗോപാലനാണ്. അതുപോലെ കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചതും ഇദ്ദേഹം തന്നെയാണ്. കോഴിക്കോട് നിന്ന് തിരുവിതാംകൂറിലേക്ക് മലബാർ ജാഥ നയിച്ചതും AK ഗോപാലനാണ്. അതുപോലെ 1960 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ കർഷക ജാഥ നയിച്ചത് AK ഗോപാലനാണ്. 1960 കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ കർഷക ജാഥ നയിച്ചത് AK ഗോപാലനാണ്. ഇദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് ആര്? AK ഗോപാലൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വ്യക്തിയെ നോക്കാം. പന്തളം KP രാമൻ പിള്ള. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അതിലുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ഇത് രചിച്ചത് ആരാണ്? പന്തളം KP രാമൻ പിള്ളയാണ് ഇത് രചിച്ചത്. NSSന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ മൂലധന ശേഖരണത്തിന് വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ യോഗമാണിത്. എന്ത്? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, അതിലുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി എന്നത്. അടുത്തത് മന്നത്ത് പത്മനാഭൻ. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റി ആണ് എന്ന് പറഞ്ഞതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. അത് എന്തിനു വേണ്ടി, എപ്പോഴാണ് പറഞ്ഞത്?
അദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് NSS എന്ന് പറയുന്നത്. അത് 1914 ഒക്ടോബർ 31 ഈ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത്. എപ്പോഴാണ്? ആ സംഘടന രൂപം കൊണ്ടതിന് ശേഷമാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. അതുപോലെ ഭാരത കേസരി എന്നറിയപ്പെടുന്നതും ആരാണ്? മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ, അതുപോലെ ഭാരത കേസരി, അതുപോലെ എന്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. എപ്പോഴാണ് ഈ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത്? 1914 ഒക്ടോബർ 31 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തോട്, ഈ ജാഥ നയിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയാണ്. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചതും മന്നത്ത് പത്മനാഭൻ തന്നെയാണ്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് അദ്ദേഹം ജീവശിഖ ജാഥ നയിച്ചത്. അതുപോലെ ജാതി വിവേചനമില്ലാതെ തന്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുത്ത നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. അടുത്തത് ആനന്ദ തീർത്ഥൻ. അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ അവസാനത്തെ സന്യാസി വര്യനാണ് ആനന്ദ തീർത്ഥൻ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവാണ് ആനന്ദശേന എന്ന പേര് മാറ്റിയിട്ട് ആനന്ദ തീർത്ഥൻ എന്നാക്കി മാറ്റിയത്. ജാതിനാശനം നവയുഗ ധർമ്മം എന്ന മുദ്രാവാക്യത്തോടെ മിശ്ര വിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ജാതിനാശനം നവയുഗ ധർമ്മം എന്ന മുദ്രാവാക്യത്തോടെ മിശ്ര വിവാഹങ്ങൾക്ക് പ്രേരണ നൽകിയത് ആനന്ദ തീർത്ഥനാണ്. അതുപോലെ ജാതി പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാക്കൂ, മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉദ്ധരണികളാണ്: ജാതി പേര് അർത്ഥശൂന്യമാണ്, അത് പേരിൽ നിന്നും നീക്കിയാലേ ഹൃദയം ശുദ്ധമാകൂ, മനുഷ്യനെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞു. പിന്നെ എന്റെ നമ്പർ 1 ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ 2 അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞതും ആനന്ദ തീർത്ഥനാണ്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും അമ്പലത്തിൽ പോകാറില്ല, ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും അമ്പലത്തിൽ പോകാറില്ല, ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറഞ്ഞത് ആനന്ദ തീർത്ഥനാണ്. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. മാനവ സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. VT ഭട്ടതിരിപ്പാട്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമായ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട് എന്ന് പറയുന്നത്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിന്റെ കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലേഖനത്തിന്റെ കർത്താവാണ് VT ഭട്ടതിരിപ്പാടാണ്. അതുപോലെ ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്ന് പറഞ്ഞതാരാണ്? C കേശവനാണ്. അദ്ദേഹമാണ് കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അതായത് VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നടത്തിയ കാൽനട ജാഥയായ യാചനാ യാത്ര നടത്തിയത്. അപ്പൊ യാചനാ യാത്ര നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചതും ഇദ്ദേഹം തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? മിശ്രവിവാഹ പ്രചരണത്തിനു വേണ്ടിയിട്ടാണ്. എന്റെ സഹോദരി സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കാണുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞതും VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ കണ്ണീരും കിനാവും എന്നതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് കണ്ണീരും കിനാവും. അതിൽ പറഞ്ഞതാണ്: ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു, വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ആ ഘോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു. ഈ പോയിന്റ്സ് തന്നിട്ട് ചോദിച്ചാൽ നമുക്ക് അറിയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. കണ്ണീരും കിനാവും VT ഭട്ടതിരിപ്പാടിന്റെ കൃതിയിലുള്ളതാണ്. ആ രാത്രി മുഴുവൻ ഞാൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ചു, വിജ്ഞാനം നേടിയേ അടങ്ങൂ എന്ന് ആ ഘോരാന്ധകാരത്തിൽ ഞാൻ ശപഥം ചെയ്തു.
ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? സി കേശവനാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞതാണ് VT ഭട്ടതിരിപ്പാട്. ഇത് കുമാര ഗുരുദേവൻ. അദ്ദേഹം തന്നെയാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ എന്നെല്ലാം അറിയപ്പെടുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാണ് കൊമാരൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ്റെ ചരിത്രങ്ങൾ എന്നത് ആരുടേതാണ്? കുമാര ഗുരുദേവൻ്റേതാണ്. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ എന്നത്. അതുപോലെ തന്നെ ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്നതും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ ആണ് ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല എന്നതും കുമാര ഗുരുദേവൻ്റെ തന്നെയാണ്. മാതാപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ആരുടേതാണ്? കുമാര ഗുരുദേവൻ്റെ വരികളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ വേറൊരു വാക്യമുണ്ട്, അദ്ദേഹത്തിൻ്റേതല്ല, ഒരു മുദ്രാവാക്യമാണ്. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾ, സ്വതന്ത്ര തിരുവിതാംകൂർ ഭരണം, അമേരിക്കൻ മോഡൽ ഭരണം എന്നിവയ്ക്കെതിരെ 1946 ആലപ്പുഴ ജില്ലയിൽ നടന്ന പുന്നപ്പറ വയലാർ സമരത്തിലെ മുദ്രാവാക്യമാണ് എന്ത്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത്. എന്താണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറയുന്നത്? വരിക വരിക സഹചരെ, സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്തു കാൽനടയ്ക്ക് പോകുന്ന. ഇത് എന്തിൻ്റെ മാർച്ചിങ് ഗാനമാണ്? 1930 കേരളത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് ഗാനമാണിത്. ഇത് എഴുതിയത് ആരാണ്? അംഷി നാരായണ പിള്ളയാണ്. അതുപോലെ NV കൃഷ്ണവാര്യരുടെ ഐക്യ കേരള പ്രതിജ്ഞ എങ്ങനെയായിരുന്നു? മൂന്നായി മുറിഞ്ഞു കിടക്കും ഈ കേരളം, ഒന്നാകുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്ന് തുടങ്ങുന്നത് ആരുടെയാണ്? NV കൃഷ്ണവാര്യർ എഴുതിയ ഐക്യ കേരള പ്രസംഗത്തിൻ്റെതാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിനായി നിലകൊണ്ട ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം ഈ കവിത എഴുതിയത്. അതുപോലെ ടിപ്പു സുൽത്താൻ്റെ ഏതാണ്? ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞതാരാണ്? ടിപ്പു സുൽത്താനാണ്. അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലേതേതാണ്? ഇതൊരു ക്രൂരമായ തെറ്റാണ്. അത് എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്? ബംഗാൾ വിഭജനത്തെ കുറിച്ചിട്ട് പറഞ്ഞതാണ് ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്നത്. രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോഖലെയാണ്. രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ വജ്രം, മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെ ഗോഖലെയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക് എന്നത്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ മഹാത്മാഗാന്ധി ഗോഖലെയെ വിശേഷിപ്പിച്ചതാണ് ഗംഗയെ പോലെ എന്ന്. അപ്പോൾ വിശേഷണം ഓർത്തു വെക്കുക. മഹാത്മാഗാന്ധി എന്തൊക്കെ പറഞ്ഞു? രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ എന്ന് പറഞ്ഞു. അതുപോലെ ഗംഗയെ പോലെ എന്ന് പറഞ്ഞു. ബാലഗംഗാധര തിലകോ ഇന്ത്യയുടെ വജ്രം, മഹാരാഷ്ട്രയുടെ രത്നം, അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ എന്താ പറഞ്ഞത്? വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് പറഞ്ഞത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ ഈ ഗോപാലകൃഷ്ണ ഗോഖലെ കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നാണ്. അതുപോലെ തീവ്ര ദേശീയവാദികൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ക്ഷീണഹൃദയനായ മിതവാദി എന്നാണ്. ക്ഷീണഹൃദയനായ മിതവാദി എന്നാണ്. അപ്പൊ അദ്ദേഹം കഴ്സനെ എങ്ങനെ വിശേഷിപ്പിച്ചു? കഴ്സൺ പ്രഭുവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന്. അതുപോലെ കഴ്സൺ പ്രഭു ഗോഖലെയെ വിശേഷിപ്പിച്ചതാണ് അസാധാരണ മനുഷ്യൻ എന്ന്. എങ്ങനെയാണ്? അസാധാരണ മനുഷ്യൻ എന്ന് അദ്ദേഹം ആരെ വിശേഷിപ്പിച്ചു? ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചു. ടാഗോർ, രവീന്ദ്രനാഥ ടാഗോർ. അമർ സോന ബംഗ്ല എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇത് എപ്പോഴാണ് രചിച്ചത്? ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന സ്വദേശി പ്രസ്ഥാന കാലത്താണ് ഇദ്ദേഹം അമർ സോന ബംഗ്ല രചിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർതിരിക്കാൻ അവർക്കാവില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴക്കിയ വാക്യമാണിത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ ആണ്.
ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് ടാഗോർ പറഞ്ഞത് ഏത് നിർമ്മിതിയെ കുറിച്ചാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തിന്റെ നിർമ്മിതിയെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഏത് നിർമ്മിതിയെ കുറിച്ചാണ്? കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ മഹാനായ മനുഷ്യ സ്നേഹി എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ മഹാനായ മനുഷ്യ സ്നേഹി എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി നമ്മുടെ സാരേ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന ഉറുദു കവിയാണ് 1904 സാരേ ജഹാം സെ അച്ഛ രചിച്ചത്. ഗസൽ ശൈലിയിൽ കുട്ടികൾക്ക് വേണ്ടിയാണ് ഹിന്ദുസ്ഥാനെ അഭിസംബോധന ചെയ്യുന്ന ഈ കാവ്യം അദ്ദേഹം എഴുതിയത്. ഈ ഗാനത്തിന് ഈണം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കർ ആണ്. സുബ്രഹ്മണ്യ ഭാരതി ഓടി വിളയാട് പാപ്പ അത് എഴുതിയത് ആരാണ്? ഓടി വിളയാട് പാപ്പ എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓടി വിളയാട് പാപ്പ എന്ന ഗാനം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇനി നമുക്ക് നെഹ്റുവിനെ കുറിച്ച് നോക്കാം. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി, ശക്തിയുടെ വാക്ക് എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഏത് സമയത്താണ്? 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വസ്തുവായി മാറി എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപന വേളയിൽ നടത്തിയ പ്രസംഗത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു: വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി എന്നത്. അതുപോലെ തന്നെ ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹം പറഞ്ഞതാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്നത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണെന്ന് എപ്പോഴാണ് പറഞ്ഞത്? ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ഉദ്ഘാടന വേളയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. 1947 നെഹ്റു നടത്തിയ ഒരു പ്രസംഗമാണിത്. ലോകത്തിലെ എല്ലാ ജനവിഭാഗത്തിന്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്തിക്കാനുള്ളത്. ഇത് അദ്ദേഹം പറഞ്ഞ പ്രസംഗമാണ്. വിദേശ രാജ്യങ്ങളോട് ഇന്ത്യയുടെ നയം വ്യക്തമാക്കുന്നു. ഈ പ്രസംഗത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? വിദേശ രാജ്യങ്ങളോട് ഇന്ത്യയുടെ നയം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയിൽ കണ്ടെത്തൽ എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും ഭക്ഷണം തരുന്ന വിശാലമായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടതു തന്നെ. പക്ഷെ എല്ലാത്തിനും ഏറെയായി ഗണിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളെയാണ് എന്ന് പറഞ്ഞതും ആരാണ്? ജവഹർലാൽ നെഹ്റു തന്നെയാണ്. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിന്റെ അധികാര കൈമാറ്റം എന്നുള്ള ചരിത്രപരമായ ഈ പ്രഖ്യാപനം നടത്തിയത്. ആറ്റ്ലിയുടെ ഈ പ്രഖ്യാപനത്തെ ബുദ്ധിപരവും സാഹസികവുമായ തീരുമാനം, ധീരമായ ഒരു കാൽവയ്പ് എന്നിങ്ങനെയെല്ലാം നെഹ്റു വിശേഷിപ്പിക്കുകയുണ്ടായി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആണ്. ശിശുദിനമായി ആഘോഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തെയാണ്. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ടാഗോർ ആണ്. ഋതുരാജൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോർ ആണ്. അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ഒരച്ഛന് മകൾക്ക് അയച്ച കത്തുകൾ, വിശ്വചരിത്രാവലോകനം, ഇന്ത്യയുടെ ഐക്യം, ആത്മകഥ എന്നിവയെല്ലാം. പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഇതൊക്കെയാണ് നമുക്ക് നെഹ്റുവിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. നമുക്ക് നോക്കാം.
ഒന്നില്ലെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. എപ്പോഴാണ് പറഞ്ഞത്? ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ദണ്ഡി യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. 1930 ഏപ്രിൽ 6 അദ്ദേഹം എന്ത് ചെയ്തത്? ഉപ്പ് നിയമം ലംഘിച്ചത്. ഒന്നില്ലെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും. അതുപോലെ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം നിറവേറ്റാനില്ല താനും എന്ന് പറഞ്ഞതും ഗാന്ധിജി തന്നെയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹം നിറവേറ്റാനില്ല താനും. ഓരോ ഗ്രാമവും പൂർണ്ണാധികാരമുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണം. ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. അതുപോലെ ഗാന്ധിജിയെ കുറിച്ച് ഐൻസ്റ്റൈൻ അഭിപ്രായപ്പെട്ടതാണ്, രക്തമാംസാദികളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചുവെന്ന് വരില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഐൻസ്റ്റൈൻ ആണ്. ആരെക്കുറിച്ച്? ഗാന്ധിജിയെക്കുറിച്ച് ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞതാണ്, ഗാന്ധിജി വെറുമൊരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. നന്മ ഇത്രയേറെ ഉണ്ടാകുന്നത് അപകടമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞതാണ് ജോർജ് ബെർണാഡ് ഷാ. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയുടെ മരണത്തെ കുറിച്ചിട്ടാണ് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പ്രയത്നശീലർ ഒരിക്കലും അശക്തരാകുകയില്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. അതുപോലെ ഗാന്ധിജി പറഞ്ഞതാണ്, ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് മഹാത്മാഗാന്ധി. ട്രസ്റ്റിഷിപ്പിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എങ്ങനെയുള്ള സമ്പദ് വ്യവസ്ഥയാണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠമായ സമ്പദ് വ്യവസ്ഥയാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനെയും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് പറഞ്ഞതാരാണ്? ഗാന്ധിജിയാണ്. അതുപോലെ അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതാണ്, 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചമായ സ്വച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനങ്ങളെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. അതുപോലെ നിസ്സഹകരണ സമരത്തിന് മുൻപ് അദ്ദേഹം വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ എഴുതിയതാണ്, ഭരണാധികാരികൾ അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവരെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഏതില്? നിസ്സഹകരണ സമരത്തിന് മുൻപ് വൈസ്രോയ്ക്ക് എഴുതിയ കത്തിൽ. അതുപോലെ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞതാണ്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് 1942 ഓഗസ്റ്റ് 8 ബോംബെ സമ്മേളനത്തിൽ വെച്ചിട്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ വചനമാണ്, ഉപഭോക്താവ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വ്യക്തിയാണ് എന്നത്. ഞാൻ അപ്പം ചോദിച്ചു, കിട്ടിയത് കല്ലാണ്. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കും. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് ദുഷിപ്പിക്കും എന്ന് പറഞ്ഞതും ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. രാഷ്ട്രപിതാവെന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചതും ഗാന്ധിജി തന്നെയാണ്.
മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ടാഗോറാണ്. ടാഗോറിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഗുരുദേവ് എന്നാണ്. അപ്പോൾ മഹാത്മാ എന്ന ടാഗോറും ടാഗോറിനെ എങ്ങനെയാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഗുരുദേവ് എന്നും. അതുപോലെ രാഷ്ട്രപിതാവ് എന്ന സുഭാഷ് ചന്ദ്രബോസും സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നും അതുപോലെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നും വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. പട്ടേലിനെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് യേശുക്രിസ്തുവിനെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഗംഗയെ പോലെ എന്ന് ഗോഖലെയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. പുലയരാജ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. വരാനിരിക്കുന്ന തലമുറകൾക്ക് ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ഗാന്ധിജിയുടെ വാക്കുകളാണ് പ്രയത്നശീലർ ഒരിക്കലും അശക്തരാകുകയില്ല എന്നതും ഇന്ത്യക്ക് ആവശ്യം മൂലധനം എന്ന പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ വീതിയുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി കുറേ വ്യക്തികളെ കുറിച്ച് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് വ്യക്തികളെ കുറിച്ച് പറയാനുണ്ട് നമുക്ക്. കാരണം ആരെക്കുറിച്ചാണ് ചോദിക്കുക എന്നറിയില്ല. ഇവരുടെ ജനനം, അവരുടെ സംഘടനകൾ എന്ന് പറഞ്ഞ നവോത്ഥാനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാൻ ബാക്കിയാണ്. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബായ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ബായ്.